ഗൈസ്, നമ്മളുടെ ക്ലാസ് 9 ഫിസിക്സിലെ ലാസ്റ്റ് ചാപ്റ്റർ ആണ് സൗണ്ട് എന്ന് പറയുന്നത്. ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഒരൊറ്റ ഇക്വേഷൻ മാത്രമാണ് പഠിക്കുന്നത്. അപ്പോൾ ആ ഒരു ഇക്വേഷൻ വെച്ചിട്ടുള്ള ഒരു സൂപ്പർ ക്വസ്റ്റ്യൻ ആണ് ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഉറപ്പായിട്ടും എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. സോ ക്വസ്റ്റ്യനിലേക്ക് പോകാം. Calculate the frequency. Frequency കണ്ടുപിടിക്കാനാണ് of a sound wave having speed 440 meter by second and wavelength നമുക്ക് തന്നിട്ടുണ്ട്, that is 2 meter ആണ്. Find the frequency. അപ്പോൾ ഇത് മൂന്നും കണക്ട് ചെയ്യുന്ന ഒരു ഇക്വേഷൻ നമുക്കറിയാം. അത് മാത്രമേ നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളൂ, അല്ലെ? ഇക്വേഷൻ ആയിട്ട് പഠിക്കാനുള്ളൂ. സോ ദിസ് ഇസ് ദ ഇക്വേഷൻ. ഫ്രീക്വൻസി ഇസ് ഈക്വൽ ടു സ്പീഡ് ഡിവൈഡഡ് ബൈ വേവ് ലെങ്ത്. ഫ്രീക്വൻസിനെ നമ്മൾ എഫ് എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. സ്പീഡിനെ നമുക്കറിയാം v ആണ്. വേവ് ലെങ്തിനെ നമ്മൾ ലാംഡയാണ് കേട്ടോ, ലാംഡ. ഒരു കാര്യം ശ്രദ്ധിക്കണം, ഫ്രീക്വൻസിയുടെ യൂണിറ്റ് ഹെഡ്സ് ആണ്, സ്പീഡിന്റെ യൂണിറ്റ് പിന്നെ നമുക്കറിയാം മീറ്റർ ബൈ സെക്കൻഡ് ആണ്. വേവ് ലെങ്തിന്റെ യൂണിറ്റ് നമ്മൾ തെറ്റിക്കുന്നതാണ്, അത് മീറ്റർ ആണ് കേട്ടോ. ലെങ്തിന്റെ യൂണിറ്റ് ആണ് മീറ്റർ. നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോകാം. അപ്പൊ ഇക്വേഷൻ നമുക്ക് കിട്ടി, എഫ് ഇസ് ഈക്വൽ ടു വി ഡിവൈഡഡ് ബൈ ലാംഡ, അല്ലെ? അപ്പൊ വി നമുക്ക് തന്നിട്ടുണ്ട്, അത് എത്രയാണ്? 440 മീറ്റർ ബൈ സെക്കൻഡ് ആണ്, അതായത് 440 ആണ്. ഡിവൈഡഡ് ബൈ ലാംഡ എന്ന് പറയുന്നത് 2 ആണ്. സോ സിമ്പിൾ ആയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് ദി ആൻസർ 220 എന്ന് കിട്ടും. ഇവിടെ നമ്മൾ കണ്ടുപിടിച്ചത് ഫ്രീക്വൻസി ആണ്. ഫ്രീക്വൻസിന്റെ യൂണിറ്റ് നമുക്കറിയാം, ദാറ്റ് ഈസ് ഹെഡ്സ് ആണ്. സോ വി ഗോട്ട് 220 ഹെഡ്സ്. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. പക്ഷേ ഈ ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും നിങ്ങളോട് ചോദിക്കും. അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം നിങ്ങൾക്ക് തന്നിട്ടാണ് ഞാൻ ലീവ് ചെയ്യാൻ പോകുന്നത്. ഇതിന്റെ ആൻസർ നിങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കുക. അപ്പോൾ താങ്ക് യു സോ മച്ച്.